നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് മേപ്പാടി കല്ലാടിയിലാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ മീനാക്ഷി പാലം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മേപ്പാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്ന് മാറ്റി താമസിപ്പിച്ച ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇന്നലെ അത് തൊട്ടടുത്തുള്ള LP സ്കൂളിലായിരുന്നു. എന്നാൽ കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സമീപത്ത് തന്നെയുള്ള പോളിടെക്നിക് കോളേജിലേക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പ് മാറ്റി പ്രവർത്തിക്കുകയായിരുന്നു. ഏതാണ്ട് 140ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് താമസിച്ചു വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് മാത്രമല്ലാതെ മറ്റ് സന്നദ്ധ പ്രവർത്തകരും മെഡിക്കൽ സംവിധാനങ്ങളും എല്ലാം ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. പക്ഷെ അതേസമയം ഇവിടെ നമ്മൾ എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന മറ്റൊരു ചെറിയ ആശങ്കയുണ്ട്. ഇവിടെയുള്ള ചില ജീവനക്കാർ നമ്മളോട് പങ്കുവച്ച ചെറിയൊരു ആശങ്ക കൂടി ഞങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടമുണ്ടായ മീനാക്ഷി പാലത്തിൽ നിന്ന് അധിക ദൂരത്തിലല്ല ഈ പോളിടെക്നിക് കോളേജും സ്ഥിതി ചെയ്യുന്നത്. ഈ പോളിടെക്നിക് കോളേജ് ഒരു ചെറിയ കുന്നിന്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇവിടെയും ഈ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും ചെറിയൊരു ഭാഗം ഇടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിനോട് ചേർന്നുള്ള പാറയിലും വിള്ളലുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന പോളിടെക്നിക് കോളേജും അത്ര കണ്ട് സുരക്ഷിതമല്ല എന്ന് വേണം പറയാൻ. ആ ഒരു ആശങ്ക ജീവനക്കാരിൽ പലരും നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം. ഈ പോളിടെക്നിക് കോളേജിന്റെ പിറകുവശത്ത് ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് ഇന്നലെ ആ പെയ്ത മഴയ്ക്കകത്ത് ഇടിഞ്ഞു വീണിട്ടുള്ളത്. അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത്. അവർ പറയുന്നത് മീനാക്ഷി പാലത്തിന് സമീപത്തിലും ഇത്തരത്തിൽ ആദ്യം ഒരു ചെറിയ ഭാഗമായിരുന്നു ഇടിഞ്ഞു വീണത്. അത് പിന്നീട് ഒരു വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. ഏതാണ്ട് അതിന് വലിയ ദൂരത്തിലല്ലാതെയാണ് ഈ പറയുന്ന പോളിടെക്നിക് കോളേജും സ്ഥിതി ചെയ്യുന്നത്. അവിടെയും ഇത്തരത്തിൽ ചെറിയ രീതിയിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും പാറകളിൽ വിള്ളൽ രൂപപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള ജീവനക്കാരെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ ഈ 140 കുടുംബങ്ങളെയോളം ഇവിടെ പാർപ്പിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പ് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ ജീവനക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദുരിതാശ്വാസ ക്യാമ്പ് എത്ര കണ്ട് സുരക്ഷിതമാണ് എന്നുള്ളത്. നമ്മൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയാണല്ലോ ദുരിതാശ്വാസ ക്യാമ്പിനകത്തേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇവിടെയും ഇത്തരത്തിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല. ഈ കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ള കാര്യം ഇവിടെയുള്ള ജീവനക്കാർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു തരത്തിലാണ് നമ്മളിപ്പോൾ ഈ കാര്യം പ്രേക്ഷകരെയും അതുപോലെ തന്നെ അധികാരികളെയും എല്ലാം അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനായാലും ഇവിടെയുള്ള ആളുകളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. മറ്റ് എല്ലാ തരത്തിലും ഇവിടെ ആളുകൾ സുരക്ഷിതരാണ്. പക്ഷേ ഈ പ്രകൃതിയാണ് കഴിഞ്ഞ ഇന്നലെയും ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴയ്ക്ക് യാതൊരു ശമനവുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ മീനാക്ഷി പാലത്തിന്റെ സമീപത്തേക്ക് ഇന്നലെ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും JCB ഒന്ന് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 4 സോണുകളായി തിരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകരും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയായാലും ഇനിയും എത്ര പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ചൊരു ധാരണയില്ലാത്തത് രക്ഷാപ്രവർത്തനം എത്രമാത്രം നീണ്ടുപോകുമെന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വരുന്നതിന് അതൊരു തടസ്സമാകുന്നുണ്ടെങ്കിൽ പോലും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളും എല്ലാം തന്നെ കൈമേയ് മറന്നുകൊണ്ട് മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മുഴുവൻ പേരെയും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്.